അഞ്ജന തുടങ്ങണം. ഞാനൊന്ന് പ്രവീൺ പുരുഷോത്തമനിലേക്ക് പോയി വരാം. ഇയാൾ 6 മാസത്തോളം ജയിലിലായിരുന്നു എന്നതാണ് നമുക്ക് ലഭിച്ച ആദ്യത്തെ വിവരം. ഇയാൾ ഈ ഐഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത്. ആ പരാതി കൊടുത്തതിലുള്ള പ്രതികാരമാണ് ഇയാൾ നിറവേറ്റാൻ ശ്രമിച്ചത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇയാളെ വളരെ ഇത്തരം കാര്യങ്ങളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനും CCTVയുടെ ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ട് പോകാനും പറ്റുന്ന രീതിയിൽ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഒരാൾ കൂടിയായിരുന്നു ഈ കുറ്റവാളി, അല്ലേ പ്രവീൺ? അതെ അരുൺ, അമിത്തിന് വലിയ വൈരാഗ്യം ഈ കൊല്ലപ്പെട്ട ഈ കുടുംബത്തോടുണ്ടായിരുന്നു. കാരണം അവരുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചുകൊണ്ട് ഈ പ്രതി കടന്നു കളയുകയും പിന്നീട് വിജയകുമാർ പോലീസിൽ പരാതിപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അമിത്തിനെ അന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പല സമയങ്ങളിലും ഇവിടേക്ക് ഈ അമിത് എത്തിയിരുന്നു. ആ സമയത്ത് തന്നെ ജോലിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം വേണു എന്ന ഈ വീടിൻ്റെ എതിർവശത്ത് കട നടത്തുന്ന അദ്ദേഹമുണ്ട്. അദ്ദേഹം ഇപ്പോൾ നമ്മൾ ടെലികാസ്റ്റ് ചെയ്ത ആ ഫോട്ടോ ഇദ്ദേഹത്തെ കാണിച്ചു. കാരണം അമിത് ഈ കടയിൽ വന്നാണ് സ്ഥിരം സാധനങ്ങൾ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സംപ്രേഷണം ചെയ്ത ആ ഫോട്ടോ കണ്ട് അത് അമിത് തന്നെയാണെന്ന് വേണു തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വേണു ചേട്ടാ, ഒരു സെക്കൻഡ്. ഇപ്പോൾ കണ്ടത് അമിത് തന്നെയാണ്. അമിത് സ്ഥിരം ഇവിടെ വന്നിരുന്നു, ഇവിടെ സാധനം മേടിക്കാൻ വരുന്ന ആളായിരുന്നു. അയാൾ തന്നെയാണ്. അന്ന് പോലീസ് പിടികൂടാൻ വന്നപ്പോൾ അയാളെ അമിത്തിനെ ഇവിടേക്ക് എത്തിച്ചിരുന്നു അല്ലേ? അന്ന് പിടികൂടിയതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നായിരുന്നു. വൈകിട്ട് കൊണ്ടുവന്ന് വിജയമറിയാട്ടം പുള്ളിയെ തിരിച്ചറിഞ്ഞ് അതിനുശേഷം പോലീസുകാർ കൊണ്ടുപോകായിരുന്നു. ഇവിടെ കൈകൾ കൂട്ടിയൊക്കെ ഇട്ട നിലയിലാണ് അമിത്തിനെ ഒന്ന് കൊണ്ടുവന്നപ്പം കൈ കെട്ടിയിട്ടുണ്ടാവും. വന്നറിഞ്ഞവന് പിന്നെ ഇവരെ കണ്ടിട്ട് ഓടിയപ്പോൾ അവരോടിച്ചിട്ട് പിടിച്ച് കൈ കെട്ടി ഇവിടെ കൊണ്ടുവന്നതിനാണ് പുള്ളിയെ കാണിച്ച്. അതായത് വിജയകുമാർ അന്ന് മൊബൈൽ ഫോൺ മോഷണം പോയതിനു ശേഷം പോലീസിൽ പരാതിപ്പെടുന്നു. വീടിന് സമീപത്തുള്ള മറ്റൊരു സ്ഥലത്ത് നിന്നാണ് ഈ അമിത്തിനെ പോലീസ് പിടികൂടിയത്. അതിനുശേഷം വിജയകുമാറിൻ്റെ അടുത്തേക്ക് അമിത്തിനെ കൊണ്ടുവരുന്നു. തിരിച്ച് ഇയാൾ തന്നെയാണോ എന്നറിയാൻ. അങ്ങനെയാണ് സംഭവിച്ചത്. അതങ്ങനെ സംഭവിച്ചത്. ഇവിടെ വെച്ച് പോലീസ് മർദ്ദിച്ചിരുന്നു അന്ന്. അതെനിക്ക് കൃത്യം അറിയത്തില്ല. ആ ഒരു വൈരാഗ്യം എന്തായാലും അമിത്തിനുണ്ട് എന്നാണ് വേണു ചേട്ടൻ കരുതുന്നത്. പോലീസ് പിടിപ്പിച്ചപ്പോൾ അതിൻ്റെ ഒരു വൈരാഗ്യം കാണുമായിരിക്കും. അതായിരിക്കും തോന്നുന്നു. ഇതെന്താ സംഭവിച്ചത് ഓർക്കുന്നുണ്ടോ ഈ അമിത്? എനിക്കറിയത്തില്ല, അങ്ങനൊന്നും എനിക്കറിയത്തില്ല. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായിരുന്നോ? എന്തിനാണ് ഈ വിജയകുമാർ മൊബൈൽ മോഷ്ടിച്ച് പിറ്റേ ദിവസം ഇവിടെ പോലീസുകാർ വന്നതിനെ കൊണ്ടുപോയതിന് ശേഷം പിറ്റേ ദിവസം ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു വേണു ഇങ്ങനെ സംഭവം ഇങ്ങനെ ഉണ്ടായിരുന്നു, അതിനാണ് പോലീസുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞു. വിജയകുമാറുമായിട്ട് താങ്കൾക്കൊരു വ്യക്തിബന്ധമുണ്ടായി? ഞാൻ ഓഫീസിലായിട്ട് ഞങ്ങൾ സംസാരിക്കും കാര്യങ്ങളൊക്കെ. മോഷണത്തെ പറ്റി പറഞ്ഞിരുന്നു? അതിനോട് എല്ലാ കാര്യം പറഞ്ഞായിരുന്നു. അമിത് തന്നെയാണ് ഇതെടുത്തതെന്നും അമിത്തിനോട് അങ്ങനെ ഒരു ദേഷ്യവും വിജയകുമാറിനുണ്ടായിരുന്നു? എങ്ങനെ? അമിതാണ് ഫോൺ മോഷ്ടിച്ചത്. അപ്പോൾ ആ ഒരു ദേഷ്യം വിജയകുമാറിന് പോലീസ് പരാതി കൊടുത്തതും പിന്നെ പിടിപ്പിച്ചു. മറ്റൊരു വിവരം കൂടി വരുന്നുണ്ട് പ്രവീൺ. ഒരു വിവരം കൂടി പ്രവീൺ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാം. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ പിടികൂടിയതിനു ശേഷമുള്ള ആദ്യത്തെ ചിത്രം ഇപ്പോൾ റിപ്പോർട്ടർ TV പുറത്തുവിടുകയാണ്. ഈ പ്രതിയെ പിടികൂടിയത് മാളയിൽ നിന്നാണ്. മാളയിൽ ഒരു കോഴി ഫാമിൽ നിന്നാണ്. ഈ പ്രതിയെ പിടികൂടുന്ന സമയത്ത് വിജയകുമാറിന്റെ മറ്റൊരു ഫോണും ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. വിജയകുമാറിന്റെ മറ്റൊരു ഫോണും ഇയാളുടെ കയ്യിലുണ്ട് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പഴുതടച്ചുള്ള പോലീസിന്റെ അന്വേഷണം 24 മണിക്കൂറിനുള്ളിൽ കേരള പോലീസ് അങ്ങനെ കേരള പോലീസിനെ വെട്ടിച്ച് കടന്നു കളയാൻ ശ്രമിച്ച, കേരള പോലീസിനെ കുഴക്കാൻ ശ്രമിച്ച അമിത് ഒറാങ് എന്ന കൊടും കുറ്റവാളിയെ പോലീസ് പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് കേരള പോലീസിനെ സംബന്ധിച്ച് വളരെ അവരുടെ അന്വേഷണ മികവിൽ ഇതൊരു പ്രധാനപ്പെട്ട നിർണായകമായ ചുവടുവയ്പ്പാണ്. കാരണം 24 മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ ഒരു പ്രതിയെ, പ്രത്യേകിച്ച് ഇത്തരം അതിഥി തൊഴിലാളികൾ എത്രയും പെട്ടെന്ന് നാടുവിട്ടു പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അമിത് ഒറാങ്ങിനെ പോലെ സാങ്കേതിക വൈദഗ്ധ്യമുള്ള മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്താനും CCTVയുടെ ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ട് പോകാനും ഒക്കെ ശേഷിയുള്ള ഒരാൾ അയാളുടെ ഫോണുകളിൽ നിന്നും അയാളുടെ ഗൂഗിളിൽ നിന്നും ഒക്കെ നമ്പറുകളെല്ലാം മാറ്റിയിട്ടാണ് അയാൾ സഞ്ചരിച്ചിരുന്നത്. ആ അർത്ഥത്തിൽ ഇയാളൊരു ടെക്നോസാവിയായ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സാങ്കേതിക ബോധമുള്ള ഒരു കൊടും കുറ്റവാളിയായിരുന്നു. അയാളെ ഇപ്പോൾ പോലീസ് പിടികൂടിയത് അത്ഭുതകരമായാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. കൃത്യമായ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആദ്യം പ്രതി ഈ അമിത് ഒറാങ്ങാണെന്ന് പോലീസ് ഉറപ്പിച്ചു. അതിന് കേരള പോലീസിനെ സഹായിച്ചത് ഈ സംഭവ സ്ഥലത്ത് നിന്നും കൊലപാതക സ്ഥലത്ത് നിന്നും കൊലപാതകത്തിന് ഉപയോഗിച്ചതായി കരുതിയ ഈ കോടാലിയിലെ അമിത് ഒറാങ്ങിന്റെ വിരൽപ്പാടുകളാണ്. ആ വിരൽപ്പാടുകൾ മാച്ച് ചെയ്തപ്പോൾ അത് അമിത് ഒറാങ്ങിന്റെ വിരൽപ്പാടുമായിട്ടാണ് ആദ്യം മാച്ച് ചെയ്യുന്നത്. കാരണം വിജയകുമാറിന്റെ വീട്ടിലെ മൊബൈൽ ഫോൺ ഐഫോൺ മോഷ്ടിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ 6 മാസം ജയിലിലായ അമിത് ഒറാങ്ങിന്റെ വിരൽപ്പാടുകൾ പോലീസിനുണ്ടായിരുന്നു. ആ വിരൽപ്പാടുകളുമായി ക്രോസ് മാച്ച് ചെയ്യുമ്പോൾ വിരലടയാള വിദഗ്ധർ അത് ഉറപ്പിച്ചു തന്നെ പറഞ്ഞു, ആ കൊലപാതകം നടത്തിയത് കൊലപാതകത്തിന് ഉപയോഗിച്ച കോടാലിയിൽ കണ്ടെത്തിയ വിരൽപ്പാടുകൾ അമിത് ഒറാങ്ങിൻ്റെതു തന്നെ. പോലീസ് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ മുതൽ തുടക്കം മുതൽ നമ്മൾ SP വിളിക്കുന്ന സമയത്തും പറഞ്ഞത് കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ട്, ഉടൻ പിടിയിലാകുമെന്ന്. എന്നാൽ പിന്നീട് അമിത് ഒറാങ് നടത്തിയ നീക്കങ്ങൾ യഥാർത്ഥത്തിൽ കേരള പോലീസിനെ ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ.